ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ. നമ്മളിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് രാമനാട്ടുകരയിലുള്ള പിയാഗിയോൻ്റെ ഏറ്റവും വലിയ ഷോറൂമിലാണ്. ഹെഡ് ഓഫീസാണ് ഇത് വരുന്നത്. ക്ലാസിക് മോട്ടോഴ്സാണ്. ക്ലാസിക് മോട്ടോഴ്സിൻ്റെ ഹെഡ് ഓഫീസാണിത്. ഇത് അവരുടെ ഗ്യാരേജാണ്. ഇവിടെ പണി കഴിയാത്ത ഒരുപാട് വണ്ടികളുണ്ട്. ഫ്രഷ് വണ്ടികളുടെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവരെ ഷോറൂം നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഇവിടുത്തെ വണ്ടികളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. നമ്മുടെ ആപ്പ ഗുഡ്സ് വണ്ടിയാണ്. പിയാഗിയോൻ്റെ ഗുഡ്സ് വണ്ടിയാണ് ഇത് വരുന്നത്. ഇത് ഏകദേശം ഒരേ മോഡലാണ് എല്ലാം. നമ്മുടെ കൊട്ടയ്ക്കനുസരിച്ചുള്ള വ്യത്യാസം ഈ വണ്ടിയിൽ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. 5.5 അടിയുടെ കൊട്ടുണ്ട്, പിന്നെ 6 അടിയുടെ കൊട്ടുണ്ട്. അങ്ങനെ കൊട്ടയ്ക്കനുസരിച്ച് ചെറിയ വ്യത്യാസം സൈസിൽ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ് വരുന്നത്. എഞ്ചിന് നമ്മുടെ ഓട്ടോറിക്ഷക്കായാലും ഗുഡ്സ് ആയാലും ഒക്കെ സെയിം എഞ്ചിനുമാണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് കാണിച്ചു തരാം. പഴയ വണ്ടിയെ അപേക്ഷിച്ചിട്ട് ഈ ഇപ്പോൾ നിലവിൽ പുതിയ വണ്ടി വരുന്നതിന് എന്താ വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ BS6 എഞ്ചിന് BS4 എഞ്ചിന് കൺവേർട്ട് ചെയ്തിട്ട് BS6 ആക്കിയിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണിത്. ഇത് പഴയ വണ്ടികൾക്കൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു വാട്ടർ ടാങ്കാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ കുറക്കുക എന്നുള്ളതാണ്. ഔട്ട്പുട്ട് പുകയും കാര്യങ്ങളൊക്കെ പൊല്യൂഷൻ കുറച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് വിടുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം സെയിമാണ് വണ്ടിക്ക് വരുന്നത്. ഷേപ്പായാലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമ്മുടെ ഡീസൽ ടാങ്ക് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കമ്പനി പഴയതും നമ്മൾ നിലവിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസിക് എഞ്ചിനാണ്. അത് ഈ സെയിം ക്ലാസിക് എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്കും വന്നിട്ടുള്ളത്. കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ഒന്നും പറയാമല്ലേ, കാരണം നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സെയിം സംഭവം തന്നെയാണ് വണ്ടിക്കുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഉള്ളിലേക്ക് വന്നാലുള്ള മാറ്റങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഉള്ളു വരുന്നത്. ചെറിയൊരു സ്പേസാണ്. നമുക്ക് ഒരു ഡ്രൈവർ പിന്നെ ഒരു ഏതെങ്കിലും ഒരു പാസഞ്ചർ അത്രയും നടക്കുള്ളൂ. ഈ സൈഡിലാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഒരു വാട്ടർ ബോട്ടിൽ വെക്കാൻ വേണ്ടി ഒരു ചെറിയ സെപ്പറേറ്റ് സംഭവം കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. അതേപോലെ കമ്പനി തന്നെ ഇൻബിൽഡ് ആയിട്ട് ഒരു USB പോർട്ടും കൊടുക്കുന്നുണ്ട് ചാർജിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അത് നമ്മൾ നിലവിലുള്ള വണ്ടികൾക്കൊക്കെ നമ്മൾ തന്നെ സെപ്പറേറ്റ് കൊടുക്കലാണ്. ഇത് കമ്പനി തന്നെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡാഷ്ബോർഡ് ഇവിടെ വരുന്നത്, ചാവിയുടെ പോർട്ട് ഇവിടെയാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു സെപ്പറേറ്റ് കാണുന്ന ഒരു സംഭവമാണ് പഴയ വണ്ടിക്ക് ഇല്ലാത്ത ഡിസ്പ്ലേ യൂണിറ്റ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വാട്ടർ ടാങ്ക് കണ്ടല്ലോ, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് 50% കുറയാതെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. 50% കുറയാൻ നോക്കുക. അതുപോലെ 60 കിലോമീറ്റർ കൂടുമ്പോൾ 1 ലിറ്റർ വെച്ചിട്ട് വണ്ടി കൺസ്യൂം ചെയ്യും വെള്ളം. അത് നമ്മൾ അതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത്രേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് സാധാ പോലെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചാണ്, വൈപ്പർ, 4 ഇൻഡിക്കേറ്റർ. ഈ സൈഡിൽ വന്നാൽ പാസ് ഡിമ്മാണ്, നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ പാസ്, ഹോണ്, ഷെൽഫ്. പിന്നെ വരുന്നത് ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചാണ്. ഇത് മോൾ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് കാണിച്ചു തരാം. അതേപോലെ സെൻസർ ഉണ്ട് വണ്ടിക്ക്. സെൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് ഏത് സർവീസ് സെൻറ്ററിൽ പോയാലും കംപ്ലയിൻറ്റ് നേരാക്കാൻ പറ്റുന്ന സെൻസറാണ്. ആദ്യത്തെ സെൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോറൂമിൽ തന്നെ കൊണ്ടുപോകേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് എവിടെ കൊണ്ടായാലും കമ്പനി കംപ്ലയിൻറ്റ് റെഡി ആക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കാണിച്ചു തരാം. ചാവി ഒന്ന് ഓണാക്കുക. ഇവിടെയാണ് ചാവി വരുന്നത്. ചാവി ഓണാക്കുക. വണ്ടി ന്യൂട്രലല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഇത് നമ്മുടെ റിവേഴ്സ് കേബിളാണ്. ഇത് പുള്ളതിന് ശേഷം പുള്ള് ചെയ്താലാണ് നമുക്ക് റിവേഴ്സ് പോവുക. അതേപോലെ ഇത് ഡീകംപ്രഷൻ. ഇത് പുള്ള് ചെയ്തിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കുക. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. ഇത്ര പണിയുള്ളൂ. ഭയങ്കര സ്മൂത്താണ് വണ്ടി സ്റ്റാർട്ടായിപ്പോൾ. ഇത്രേ വരുന്നുള്ളൂ. ഗിയറിടാ പോവാം. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പുള്ള് ചെയ്യാം. സ്റ്റോപ്പായി. ഇതാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഗുഡ്സ് വണ്ടി ആയതുകൊണ്ട് ചെറിയൊരു ജർക്കിംഗ് ഉണ്ട് നമ്മുടെ പാസഞ്ചർ വണ്ടീനെ അപേക്ഷിച്ചിട്ട്. അത്ര വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ പഴയ വണ്ടിയുടെ അത്ര ജർക്കിംഗ് ഇല്ലാണ്. നമുക്ക് ഡ്രൈവർ സീറ്റിന് താഴെ ആയിട്ടാണ് സ്റ്റെപ്നീൻ്റെ ഒരു സ്പേസ് വരുന്നത്. പിന്നെ നമുക്ക് വന്നാൽ ഇതിൻ്റെ കൊട്ടയാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇത് 5.5 അടിയുടെ കൊട്ടയാണ് വരുന്നത്. ഇതിലും ചെറുത് വന്നിട്ടുണ്ട്. അത് LDX ആണ് ഇതിൻ്റെ മോഡൽ. ഇത് DX ആകുമ്പോൾ ഇതിൻ്റെ നേരെ ചെറുത്. പിന്നെ അതേപോലെ LDX പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 6 അടിയാണ് കൊട്ട വരിക. അപ്പോൾ 5 അടിൻ്റെ ഇപ്പോൾ നിലവിൽ കമ്പനിയിൽ സ്റ്റോക്കില്ല. 5.5 അടിയും 6 അടിയാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പിയാഗിയോൻ്റെ ആപ്പയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ഫിനാൻസിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അതേപോലെ റേറ്റും കാര്യങ്ങളും ഓരോ സമയത്ത് ഓരോ റേറ്റ് ആയിരിക്കും. നമ്മൾ ഷോറൂമിൽ ഡയറക്റ്റ് വന്നിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. നമുക്ക് അടവിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്കിൻ്റെ ചെക്ക് ബുക്ക്, അതേപോലെ നികുതി അടച്ച ഷീറ്റ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. മുദ്രാ ലോൺ ആകുമ്പോൾ ചെറിയൊരു ഡോക്യുമെൻറ്റും കൂടെ കൂടുതൽ വേണം. അക്ഷയയിൽ പോയാൽ ചെയ്തു തരുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തു തരും.
ഷോറൂമിൽ വരിക, ഡയറക്റ്റ് വണ്ടി കണ്ടാൽ ഇഷ്ടപ്പെടുക, എടുക്കുക. ഇവരുടെ ഹെഡ് ഓഫീസാണിത്. ക്ലാസിക് മോട്ടോഴ്സിൻ്റെ ഹെഡ് ഓഫീസാണ് രാമനാട്ടുകരയിൽ വരുന്നത്. ബാക്കി മലപ്പുറം, തിരൂരായിട്ട് 8 ഷോറൂമുകൾ വരുന്നുണ്ട്. എവിടെ പോയാലും നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. തൊട്ടടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.